നമസ്കാരം. നമ്മളിൽ പലരും തന്നെ സ്കിന്നിൻ്റെ പല കണ്ടീഷൻസും അല്ലെങ്കിൽ പല ഇറിറ്റേഷൻസും മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ പലവിധ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നവരായിരിക്കും. പലവിധം സ്കിൻ സിറംസ് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ, ക്രീമുകൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് മുഖത്തിൻ്റെ ആ ചർമ്മം നല്ല ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളതും, അതുപോലെ സ്കിന്നിൽ ഉണ്ടാവുന്ന കേടുപാടുകൾ മാറ്റാൻ, അതായത് സ്കാർ രൂപത്തിലോ പിഗ്മെൻറ്റേഷൻ രൂപത്തിലോ ഡ്രൈ സ്കിന്നായിട്ടോ അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾ ആയിട്ടോ ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ സ്കിന്നിന് ഉണ്ടല്ലേ, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് തുടങ്ങിയിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇതൊക്കെ കുറഞ്ഞൊരു കാലയളവിൽ ഉപയോഗിക്കാനേ പാടുള്ളൂ എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൽ എങ്ങനെയായാലും നമ്മളൊരു ക്രീം തയ്യാറാക്കുമ്പോഴും ഇത്തരം പ്രൊഡക്ട്സ് തയ്യാറാക്കുമ്പോഴും അതിൽ കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പല കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുമ്പോൾ അത് സ്കിന്നിന് കേടുപാടുകൾ ഉണ്ടാക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇതിന് അടുത്ത കാലത്ത് തന്നെ നമ്മൾ ന്യൂസിലൊക്കെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ വരെ ബാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു മോയ്സ്ചറൈസിങ് ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഓയിലും അതുപോലെ തന്നെ വളരെ വർണ്ണികമായിട്ടുള്ള നമ്മുടെ സ്കിന്നിന് കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതുമായിട്ടുള്ള 3 ഓയിലുകളാണ് പരിചയപ്പെടുന്നത്. പ്യുവർ കംപ്ലീറ്റ് ആയുർവേദ ഓയിലുകളാണ്. ധൈര്യപൂർവ്വം കാലങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിലൊന്ന് കനകതൈലമാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ പലവിധ ബ്രാൻഡുകളും ഇറക്കുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരെണ്ണം വാങ്ങിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ ക്ലാസിക്കലായിട്ട് AVPD ഒക്കെ തന്നെ ഓയിലുകളും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കനകതൈലം എന്ന് പറയുന്നത് ഒത്തിരിയേറെ വർണ്ണിഗണത്തിൽപ്പെട്ട മരുന്നുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഓയിലാണ്. LK പ്രിയങ്കോ മഞ്ജിഷ്ട ചന്ദന ഉത്പല കേശരൈഹി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരുപാടേറെ ആയുർവേദ മരുന്നുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നാഗചെമ്പകം, ചന്ദനം, മഞ്ചട്ടി, ഇരട്ടി മധുരം, അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ ലോട്ടസ്, ഇതൊക്കെ തന്നെ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള കൽക്കം രൂപത്തിൽ തയ്യാറാക്കി എടുത്തിട്ട് നല്ലെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ഈ കനകതൈലം എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഈ വെറുതെ നമ്മളൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആയിട്ടാണോ ഉപയോഗിക്കുന്നത് അല്ലേ, ഇത് നമ്മുടെ വായയുടെ ചില അസുഖങ്ങൾക്ക്, ചില ഓറൽ ഡിസീസസിൽ, ചില കണ്ടീഷൻസിലൊക്കെ തന്നെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ഫേസിലാണെങ്കിലും നമ്മുടെ ചർമ്മത്തിന് നല്ലൊരു നറിഷ്മെൻറ്റ് കൊടുക്കാനും സ്മൂത്തിങ് എഫക്റ്റ് കൊടുക്കാനും പ്രധാനമായിട്ടും അതിൻ്റെ സ്കാൾസ് പോവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുഖക്കുരു വന്ന പാടുകൾ മായ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റി ഏജിങ് മസാജിങ് ഓയിലായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. സ്കിന്നിനെ നന്നായിട്ട് നറിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ആ ഡ്രൈ സ്കിന്ന് മാറ്റാൻ വളരെ ഗുണകരമായിട്ടുള്ളതാണ്. അതുപോലെ ചെറിയ രീതിയിൽ പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിലോ ഡാർക്ക് സർക്കിൾ വന്നിട്ടുണ്ടെങ്കിലോ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റിയ വളരെ നല്ലൊരു തൈലമാണ് കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങൾ കെമിക്കൽ ഫ്രീ ആയിട്ട് ഒന്ന് മാറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്കതിന് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ ചെയ്യുന്നത് ഒന്നുകൂടെ നല്ലതായിരിക്കും. നമ്മൾ നേരിട്ട് വെയിലത്തേക്ക് ഇറക്കാത്ത രീതിയിൽ അത്തരം സമയങ്ങളിലാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം. അപ്പം ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ആയിട്ട് മാത്രമല്ല, ഇത് ഒരുപാട് സ്കിൻ കണ്ടീഷൻസിലും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കുങ്കുമം, ചന്ദനം, ലാക്ഷ, മഞ്ചിഷ്ട, മധുയിഷ്ടിക എന്നുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ചേർന്നിട്ട് തയ്യാറാക്കുന്ന നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒന്നാണല്ലേ കുങ്കുമാതി തൈലം എന്നുള്ളത്. ഈ കുങ്കുമാതി തൈലത്തെക്കുറിച്ച് മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് സ്കിന്നിൽ വരുന്ന ഒരുപാട് ഇറിറ്റേഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതുപോലെ ഇത് അല്പം കോസ്റ്റ്ലി ആയതുകൊണ്ടും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ ആയതുകൊണ്ട് അതിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വിലയിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതൊക്കെ വലിയൊരു പ്രൊസീജിയറാണ് കേട്ടോ. അപ്പോൾ ഇത് സ്കിന്നിലേക്ക് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ഒരു 3-4 തുള്ളിയുടെ ആവശ്യമുള്ളൂ. അതുപോലെ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന രീതി അത് തന്നെയാണ്. ഒരുപാടൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നാൽപ്പാമരാതി, ഇലാതി തുടങ്ങിയിട്ടുള്ള ഓയിലുകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട്, ഇനി അതൊന്നും അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ നിങ്ങൾ ദേഹത്ത് തേക്കുന്ന ഏത് എണ്ണയാണോ അതിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു 100 ml പിന്നെ നമ്മുടെ സാധാരണ
ഓയിൽ എടുക്കുകയാണെങ്കിൽ ഒരു 10 ml ഈ കുങ്കുമാതി ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരുപാട് നാൾ ആ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം ഓയിലുകൾ ഉപയോഗിക്കുന്നതും ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. സ്കിന്നിന് നമുക്കൊരു മസാജിങ് ഓയിലായിട്ട് ഉപയോഗിക്കാം. എപ്പോഴും ഈ മസാജിങ് ഓയിൽ എന്ന് പറയുന്നു എന്നല്ലാതെ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ചിന്തിക്കാറില്ല അല്ലേ. ഇത് നമുക്ക് സ്കിന്നിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ കൂടുന്നത് വഴി തന്നെ നമുക്ക് ഓക്സിജൻ സപ്ലൈ കിട്ടുന്നതുകൊണ്ട് കോശങ്ങൾക്കൊക്കെ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും അങ്ങനെ പിമ്പിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ കാണാറില്ലേ നമ്മൾ ഒരുപാട് എക്സസൈസ് ഒക്കെ കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് വിയർത്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അത്തരം സുഷിരങ്ങളൊക്കെ ഓപ്പണായി നന്നായിട്ട് നമ്മുടെ സ്കിന്നിനും ബ്രീത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുവഴി നമുക്ക് ഈ സർക്കുലേഷൻ കൂട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. മസാജ് ചെയ്യുന്ന സമയത്ത് സർക്കുലേഷൻ കൂടുന്നു, അതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ലൊരു പ്രസരിപ്പും സ്കിൻ ടോണ് തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കും കേട്ടോ. നാച്ചുറൽ ഗ്ലോ എന്ന് പറയില്ലേ, അത് കിട്ടാൻ വളരെ നല്ലതാണ്. അതിനാണ് നമ്മൾ ഈ സർക്കുലേഷൻ കൂട്ടുന്നതും അതുപോലെ നമ്മുടെ ബോഡിയിലെ ഹാപ്പി ഹോർമോൺസ് കൂട്ടുന്നതും നന്നായിട്ട് വെള്ളം കുടിക്കാനും ഉറങ്ങാനൊക്കെ പറയുന്നത് ഈ നാച്ചുറൽ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് കൂടെ നമ്മൾ ഇതുപോലുള്ള കുങ്കുമാതി തൈലം പോലുള്ളവയൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം സ്കിന്നിലെ ഇറിറ്റേഷൻസ്, ചൊറിച്ചിൽ, ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്ന് ഇതൊക്കെ മാറ്റാൻ നല്ലതാണ്. സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും ആക്നെ സ്കാർസ്, ബ്ലെമിഷസ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്, പിമ്പിൾസിൻ്റെ മാർക്ക്, ഡാർക്ക് സർക്കിൾ പോലുള്ള പ്രശ്നങ്ങൾ, ചുളിവുകൾ, സൺ ടാൻ, പിഗ്മെന്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കൊതുക് കടിച്ച ഭാഗങ്ങളിലുള്ള സ്കാറുകളൊക്കെ മാറ്റാൻ നല്ലതാണ്. അതുപോലെ നല്ലൊരു ക്ലെൻസിങ് പർപ്പസും ഉണ്ട്, നല്ല സ്കിന്നിനെ നറിഷ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഇതുകൊണ്ടുണ്ട്. സമ്യക് പക്വം പരം ഹേദ്യാൻമുഖ വർണ്ണപ്രസാദനം. ഞാൻ പറയുന്നതല്ല, സംഹിതയിലൊക്കെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. നമുക്ക് വർണ്ണപ്രസാദനമായിട്ടുള്ളതാണ്. സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഓയിലുകളാണ് ഇതൊക്കെ തന്നെ. വളരെ ക്ലാസിക്കലായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഫോളോ ചെയ്ത് തയ്യാറാക്കുന്ന മെഡിക്കേറ്റഡ് ഓയിൽ ആയതുകൊണ്ട് തന്നെ 1-2 ദിവസമല്ല, നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളത്, സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി മൂന്നാമത്തെ ഒരു ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഏലാദി വെളിച്ചെണ്ണ അല്ലെങ്കിൽ തൈലം എന്നുള്ള രൂപത്തിലൊക്കെ കിട്ടുന്നുണ്ട്. ഒക്കെ സെയിം തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഒരു ബേസിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതേ ഉള്ളൂ എണ്ണയിൽ. അപ്പം ഇത് ഉപയോഗിക്കുന്ന സമയത്തായാലും തന്നെ നമുക്ക് അറിയാം, ഒരുപാട് സ്കിന്നിൽ ചിലർക്ക് അൾട്രിക്കേരിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ചൊറിച്ചിൽ ബുദ്ധിമുട്ടുകൾ, കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവുന്ന ചൊറിച്ചിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ സ്കിന്നിലേക്ക് നമുക്കൊരു അലർജി വന്നാലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒരു കരുവാളിപ്പ് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും ഏലാദി ചൂർണം അപ്ലൈ ചെയ്യുന്ന പറയാറില്ലേ, അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരു ഓയിൽ ഉപയോഗിക്കുന്നതും വളരെ ഗുണവത്താണ് കേട്ടോ. അപ്പം കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നാൽപ്പാമരാതിയെ ഞാൻ എപ്പോഴും ഒഴിവാക്കുന്നത്, ഗുണത്തിൽ വളരെ കേമനാണ്, പക്ഷേ ഇത് പലർക്കും കംപ്ലൈൻറ്റ് ഇതിൻ്റെ കളറാണ്. നമ്മൾ മഞ്ഞളും അരമഞ്ഞളും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ കളറിൽ ദേഹത്തും വസ്ത്രത്തിലും ഒക്കെ പിടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് വളരെ നല്ലൊരു ഓയിലാണ്. ഇതിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഏലാദി ഓയിലും. വർണ്ണപ്രസാദന കണ്ടു കിടിപ കൂടനാശന എന്നുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. വർണ്ണപ്രസാദനം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലക്ഷനും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്കിൻ ടോണിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഇതിലുണ്ട്. ഇതിൽ വർണ്ണ്യഗണത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ചൊറിച്ചിൽ, സ്കിന്നിൽ ഉണ്ടാവുന്ന റാഷസ് അല്ലെങ്കിൽ ഇച്ചിങ് പ്രശ്നങ്ങളൊക്കെ മാറ്റാനും കൂടെ നമുക്കിത് നല്ലതാണ്. അലർജിക് ഡെർമറ്റൈറ്റിസ്, സ്കേബീസ്, റിംഗ് ഫോം ഇൻഫെക്ഷൻസ്, ഡ്രൈ സ്കിന്ന് ഇതുപോലുള്ള കേസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തിക്കോളൂ. അതുപോലെ ഡാർക്ക് സർക്കിളിനും വളരെ നല്ലൊരു പ്രതിവിധിയാണ്. അപ്പോൾ ഇത് ദേഹം മുഴുവൻ അപ്ലൈ ചെയ്ത് കുളിക്കാനും നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരിയേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പം എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് ഇതുപോലുള്ള ചില കാര്യങ്ങളും കൂടെ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ബ്യൂട്ടി വൈസ് മാത്രമല്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ കൂടുതലും കെമിക്കൽ ഭാഗത്തോട്ടാണ് അട്രാക്ഷൻ എന്നുണ്ടെങ്കിൽ കുറച്ച് നാളൊന്ന് ഉപയോഗിച്ച് നോക്കൂ.
മാറ്റം കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പിനും വ്യത്യാസം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഓയിലി സ്കിന്നാണ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ഓയിൽ മസാജ് ചെയ്താൽ പിമ്പിൾസ് ഒക്കെ കൂടുന്നതായിട്ട് കാണാം. അങ്ങനെയുള്ളവർ അല്പനേരം ഓയിൽ മസാജ് കൊടുത്തിട്ട് ഒരുപാട് സമയം പ്രഷർ കൊടുത്ത് ഓയിൽ മസാജ് ചെയ്യരുത്. അപ്പം സെബം പ്രൊഡക്ഷൻ കൂടാനും നമുക്ക് കുരുക്കൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ചെറിയൊരു മസാജ് കൊടുക്കുക. അതിനുശേഷം ഒരു ലൂക്ക് വാം വാട്ടറിൽ കടലമാവ് ഒരുപാട് സ്കിന്ന് ഡ്രൈ ആവാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്ത് കളയുക. ഇല്ലെങ്കിൽ നമ്മുടെ പരിപ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫേസ് വാഷ് പൗഡർ മറക്കരുത് കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് അതുകൂടെ നിങ്ങളൊരു ഫേസ് വാഷ് പൗഡറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഹെൽത്തി സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്സാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.